താഴ്വരയിലെ സംഘർഷത്തിന് പിന്നാലെ ചൈന ആണവ പരീക്ഷണം നടത്തിയതായി അമേരിക്ക. 2020 ജൂൺ 22-നാണ് ചൈന ആണവ പരീക്ഷണം നടത്തിയത്. ഗാൽവാനിൽ ഇന്ത്യ-ചൈന സൈനികർ ഏറ്റുമുട്ടിയതിന് 7ാം ദിവസമായിരുന്നു പരീക്ഷണം. US സ്റ്റേറ്റ് അണ്ടർ സെക്രട്ടറി തോമസ് ജി ഡിന്നാനോ ഇക്കാര്യം UN-ലെ നിരായുധീകരണം സംബന്ധിച്ച ചർച്ചകൾക്കിടെ അറിയിച്ചു. ഗാൽവാൻ താഴ്വരയിലെ സംഘർഷത്തിന് പിന്നാലെ ചൈന ആണവ പരീക്ഷണം നടത്തിയതായാണ് ഇപ്പോൾ US അണ്ടർ സ്റ്റേറ്റ് സെക്രട്ടറി ജി ഡിന്നാനോ ഇക്കാര്യം അറിയിച്ചത്. വിവരങ്ങൾ ഐസൻ ജോസ് നൽകും. ഐസൻ, പറയൂ. അനക യുഎന്നിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജനീവയിൽ നടന്നിരുന്ന സമാധാന ചർച്ചകളുടെ ഭാഗമായുള്ള ഒരു ചർച്ചയിലാണ് ഡിസാർമന്റുമായി ബന്ധപ്പെട്ട, അതായത് നിരായുധീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ ഈ ഡിനാനോയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ജൂൺ 22-ന് ഇത്തരത്തിൽ 2020 ജൂൺ 22-ന് ആണവ പരീക്ഷണം നടത്തി എന്നതിനെ കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങൾ തങ്ങൾക്കുണ്ട് എന്നൊരു സ്ഥിരീകരണമാണ് അമേരിക്കയുടെ ഈ പ്രതിനിധി, അതായത് അമേരിക്കയുടെ സ്റ്റേറ്റ് അണ്ടർ സെക്രട്ടറി ഇക്കാര്യം വളരെ വ്യക്തമായി പറയുകയും ചെയ്യുന്നത്. നമുക്കറിയാവുന്നതാണ്. ആ ദിവസം എന്ന് പറയുന്നത് ഗാൽവൻ താഴ്വരയിലെ ഏറ്റുമുട്ടലിന് ശേഷം ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്, ഇത്തരത്തിലൊരു നീക്കം ഉണ്ടാകുന്നത്. ആ ഗാൽവൻ താഴ്വരയിലെ ഏറ്റുമുട്ടലിൽ ഏതാണ്ട് 20ഓളം സൈനികരെ ഭാരതത്തിന് നഷ്ടപ്പെടുകയൊക്കെ ചെയ്ത അതിസങ്കീർണമായ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമായിരുന്നു. അതിനുശേഷം ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം നിശ്ചലമാവുകയും പിന്നീട് അവസാനമായി 2024 അവസാനത്തിലേക്കാണ് ആ പ്രശ്നം പരിഹരിക്കുന്ന, അല്ലെങ്കിൽ അതിർത്തിയിലെ ഒരു സമാധാന സൈനിക നീക്കങ്ങൾ നടത്തുകയും സൈനിക വിന്യാസം പിൻവലിക്കുകയും ചെയ്യുന്ന നടപടികൾ ഉണ്ടാകുന്നത് 4 വർഷത്തോളം കഴിഞ്ഞാണ്. ആ ഒരു സങ്കീർണ പശ്ചാത്തലം നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തിലാണ് ചൈന ഇത്തരത്തിൽ ആണവ പരീക്ഷണം നടത്തിയത് എന്നാണ് അമേരിക്ക സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത് ഔദ്യോഗികമായ ഡിസാർമന്റ് വേദിയിൽ UN തന്നെ കൃത്യമായി അത് പറയുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും നിർണായകമായ ഒരു ഘടകം. ആ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ചൈന ഇത്തരത്തിൽ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ, അതായത് ഗാൽവൻ താഴ്വരയിലെ ഈ നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലും ഒരു കടന്നുകയറ്റവും എല്ലാം തന്നെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായതിനു ശേഷം ഈ ഒരു നീക്കം എന്തിനു നടത്തി എന്നൊരു ചോദ്യം കൃത്യമായി ഉയരുന്നുണ്ട്. ആ ഉയരുന്ന ഒരു സാഹചര്യത്തിലാണ് ഭാരതത്തിനെതിരെ ഒരുപക്ഷെ ആണവ നീക്കം നടത്താനുള്ള സാധ്യത ചൈനയുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും സൂചന ചൈനയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായോ എന്ന സംശയം വളരെ കൃത്യമായി ഉയരുകയും ചെയ്യുന്നത്. അങ്ങനെ ആണവ നീക്കം നടത്താനുള്ള ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് ആ ലക്ഷ്യം എന്തായിരുന്നു ചൈനയുടേത് എന്നായിരുന്നു. തീർച്ചയായും ആ ഒരു സാഹചര്യത്തിലാണ് ഭാരതവും ചൈനയുമായുള്ള ബന്ധം പൂർണ്ണമായും നിശ്ചലമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്ന് തന്നെ പറയാവുന്ന ഒരു വസ്തുതയിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. പല വിഷയങ്ങളും ചർച്ചകളെല്ലാം തന്നെ ഒഴിവാക്കുക, അതിർത്തിയിലെ സമാധാന ചർച്ചകളും പ്രതിനിധിതല ചർച്ചകളും എല്ലാം തന്നെ ഒഴിവാക്കി പിന്നീട് 4 വർഷത്തിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ സാങ്കേതികമായെങ്കിലും അത് ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തീർച്ചയായും അത് വെളിപ്പെടുത്തലേറെ ഗൗരവം അർഹിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഭാരതവുമായുള്ള ഒരു ഗംഭീരമായ സംഘർഷം നിലനിന്ന ഒരു സാഹചര്യം, അതുപോലെ തന്നെ അതിർത്തിയുമായി ബന്ധപ്പെട്ട് ഗാൽവൻ താഴ്വരയിലെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഇടപെടൽ ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ഭാരതം അത് നയതന്ത്ര തലത്തിൽ ആഗോളതലത്തിൽ ഉന്നയിക്കുകയും സ്വാഭാവികമായും സൈനിക തലത്തിൽ പ്രതിരോധിക്കുകയും ചെയ്തതോടെ കൃത്യമായൊരു നീക്കം, ഈ കടന്നുകയറ്റങ്ങൾക്കെതിരെ കൃത്യമായൊരു നീക്കം ഭാരതം നടത്തിയ ഒരു സാഹചര്യത്തിൽ അതിൽ പ്രകോപിതമായാണോ ചൈന ഈ ഒരു നീക്കം നടത്തിയത്, ഭാരതത്തിന്റെ ഏതെല്ലാം പ്രദേശങ്ങളാണ് ലക്ഷ്യം വെച്ചത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സങ്കീർണമായ ചോദ്യങ്ങൾ ഉയരുകയാണ്. ആയുധവൽക്കരിച്ച ഈ ആണവ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി ഭാരതത്തിനെതിരെ ഒരു ആണവ യുദ്ധത്തിനുള്ള നീക്കമാണോ ചൈന നടത്തിയത് എന്ന ഗൗരവതരമായ സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ വെളിപ്പെടുത്തൽ ഏറെ നിർണായകമായ ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭാരതവും ചൈനയുമായുള്ള ഈ പ്രശ്നം, അതിർത്തിയിലെ പ്രശ്നം ഒട്ടൊക്കെ പരിഹരിക്കുകയും അതിർത്തിയിലെ സേനാ പിന്മാറ്റം നടപ്പാക്കുക, അത്തരത്തിലുള്ള പല നീക്കങ്ങളും ഭാരതം നടത്തുകയും പ്രതിനിധിതല ചർച്ചകൾ തുടർച്ചയായി നടക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഈ പശ്ചാത്തലം കൃത്യമായി എടുത്തു പറയുകയാണ്. മാത്രമല്ല ചൈന ഇത്തരത്തിൽ നൽകുന്ന ധാരണകളെല്ലാം തന്നെ, ആണവ നിരായുധീകരണം സംബന്ധിച്ചുണ്ടാക്കുന്ന ധാരണകളിലെല്ലാം തന്നെ ഒരു മറ്റ് അന്താരാഷ്ട്ര നിയമങ്ങളും അന്താരാഷ്ട്ര ധാരണകളെ വെല്ലുവിളിക്കുന്ന ഒരു നിലപാട് ചൈന സ്വീകരിക്കുന്നതെന്നാണ് അമേരിക്ക കൃത്യമായി പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും അത് വായിച്ചെടുക്കുമ്പോൾ ഭാരതത്തിനെതിരായ ഒരു നീക്കമായി നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. കാരണം ഭാരതവുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ്. സ്വാഭാവികമായും ഭാരതവുമായി ഒരു നേരിട്ടൊരു ഏറ്റുമുട്ടൽ വന്ന ഒരു സാഹചര്യത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ ഏറ്റുമുട്ടലിന് ശേഷം 20ഓളം സൈനികർ ഭാരതത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ചൈനയിൽ എത്ര പേർ മരിച്ചു എന്നത് സംബന്ധിച്ച വിശദീകരണങ്ങളൊന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്നാലും എത്ര ചൈനീസ് സൈനികർ മരിച്ചു എന്നത് സംബന്ധിച്ച്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു അതിക്രമം നടന്ന, അല്ലെങ്കിൽ ഒരു കടന്നുകയറ്റം നടന്നതിന് തൊട്ടു പിന്നാലെ ചൈന ആണവ പരീക്ഷണം നടത്തി എന്ന US-ന്റെ വെളിപ്പെടുത്തൽ, അതും UN-ലെ ഒരു നിരായുധീകരണ ചർച്ചയിലെ വെളിപ്പെടുത്തൽ നിർണായകമായ ഒരു വെളിപ്പെടുത്തലായി തന്നെ കണക്കാക്കപ്പെടുന്നു. അനക.